ഹായ്, ജോയിന്റ് സീറ്റ് അലൊക്കേഷൻ അതോറിറ്റിയുടെ IIT, NIT, IIIT, GFTIs പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള അലോട്ട്മെന്റിന്റെ ആദ്യത്തെ റൗണ്ടിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ റൗണ്ട് 1 സീറ്റ് അലോട്ട്മെന്റ് റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ആക്ടിവിറ്റിയിൽ കാണാൻ സാധിക്കും. josa.nic. എന്ന വെബ്സൈറ്റിൽ പോവുക. റൗണ്ട് 1 കാൻഡിഡേറ്റ് ആക്ടിവിറ്റി ബോർഡിലൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോർട്ടൽ വരും. ജെയിമിന്റെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ പാസ്വേഡും സെക്യൂരിറ്റി പിന്നും ക്യാപ്ച അടിച്ചുകൊടുത്ത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലേക്ക് എത്താൻ സാധിക്കും. സോ ഇനിയുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ജോസിന്റെ സ്കെഡ്യൂൾ പ്രകാരമാണ്. സോ ഇന്ന് 16th ആയി, 18th നമ്മൾ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ഈ കാണുന്നത് ഓൺലൈൻ റിപ്പോർട്ടിംഗ്. നമ്മുടെ ഫീ പേയ്മെന്റ് ഉണ്ട്, നമ്മൾ ഓൾറെഡി സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യണം. ഡോക്യുമെന്റ് പറയുന്ന അപ്ലോഡ് നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഫ്രീസ്, ഫ്ലോട്ട്, സ്ലൈഡ് എന്ന ഓപ്ഷൻസും നമ്മൾ ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. അവരോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇനീഷ്യൽ അലോട്ട്മെന്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യൽ അലോട്ട്മെന്റ് സീറ്റ് ഇവിടെ നോക്കുക, ഇനിഷ്യൽ സീറ്റ് അലോട്ട്മെന്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു നമുക്ക് അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് വരും. അത് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ അതിൽ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് റൂൾസ് 93 to 96 പറയുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അപ്ലോഡ് ചെയ്യണം. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് ആണ്. സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് എന്ന് പറയുന്നത് ജനറലി 30,000 രൂപയാണ്. അതേപോലെ SC/ST കാൻഡിഡേറ്റ്സിലേക്ക് വന്ന് PWD കാൻഡിഡേറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 15,000 രൂപയുമാണ്. സോ 30,000, 50,000 സീറ്റ് അക്സെപ്റ്റൻസ് ഫീസും നമ്മൾ കൊടുക്കണം. ഇത് കൊടുത്താൽ മാത്രമേ അടുത്ത സീറ്റ്, സ്ലൈഡ്, അതേപോലെ തന്നെ ഫ്രീസ്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുത്ത് അടുത്ത അലോട്ട്മെന്റുകളിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളിപ്പോൾ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് ആക്ച്വലി എന്താണ്, ഒരു താൽക്കാലികം അലോട്ട്മെന്റ് പോലെയാണ്. ഫൈനലി നിങ്ങളുടെ ഒരു അലോട്ട്മെന്റ് കൺഫർമേഷന് ശേഷം ഇപ്പൊ IITസിലും NITസിലേക്കും നിങ്ങൾ കോളേജിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ജോസിന്റെ സ്കെഡ്യൂൾ വെച്ചിട്ട് ഇപ്പൊ 18th 5 മണി വരെയാണ് ശരിക്കും റൗണ്ട് 1ലേക്കുള്ള ഫീ അക്സെപ്റ്റൻസിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് തന്നെ ഇവിടെ വെരിഫിക്കേഷനും കാര്യങ്ങളും നടക്കും. ഇവിടെ നോക്കുക, 19 ജൂൺ 5 മണിക്ക് റെസൊല്യൂഷൻ ഓഫ് ഫീ പേയ്മെന്റ് ഇഷ്യൂസ് ഫോർ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് മെയ്ഡ് പേയ്മെന്റ് അറ്റംപ്റ്റ്സ് ബിഫോർ ദ പേയ്മെന്റ് ഡെഡ്ലൈൻ എന്നാണ്. പിന്നെ ഫ്രൈഡേ 20th ഫ്രൈഡേ ലാസ്റ്റ് ഡേ ടു റെസ്പോണ്ട് ടു ക്വറി 1 എന്നാണ്. പിന്നെ സീറ്റ് അലോക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 21st ജൂണിനാണ്. അപ്പൊ 18th ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സീറ്റ് അലോട്ട്മെന്റ് കാര്യങ്ങൾ, സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് കൊടുത്ത് നിങ്ങളത് ഫ്രീസും സ്ലൈഡും ഫ്ലോട്ടും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുക നിങ്ങളുടെ അലോട്ട്മെന്റ് ഡോക്യുമെന്റ്സ് നോക്കുക എന്നുള്ളതാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലോഗിൻ ചെയ്ത് നോക്കണം. ഈ 18, 19, 20 ഈ ഡേറ്റ്സിന്റെ ഇടയിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് മാറ്റാനും പ്രൊഫഷണലി ഇത് അക്സെപ്റ്റ് ചെയ്യാനും പിന്നെ വരുമ്പോൾ അത് കൊണ്ടുവരാനുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ഇന്റർവെല്ലിലായിരിക്കും അവർ പറയുക. അപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ടോ ഇല്ലെന്ന് അറിയേണ്ടത് നിങ്ങൾ ഈ ഒരു കാലയളവിലാണ്, 18 to 21 ഇടയിലാണ്. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കണം എന്തെങ്കിലും ക്വറീസ് അവിടെ നിന്ന് റൈസ് ചെയ്തിട്ടുണ്ടോ എന്ന്. ആ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതിനുശേഷം റൗണ്ട് 2 സീറ്റ് ലൊക്കേഷനും ഓൺലൈൻ റിപ്പോർട്ടിംഗ് കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും 21st റൗണ്ട് 2 അതിന്റെ ഇതേപോലത്തെ പ്രൊസീജിയറുമാണ്. പിന്നെ റൗണ്ട് 3, റൗണ്ട് 4, റൗണ്ട് 5 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. റൗണ്ട് 6 NIT+ സിസ്റ്റത്തിന് മാത്രമാണുള്ളത്. IIT സിസ്റ്റം അതിന് മുമ്പായിട്ട് തന്നെ എൻഡ് ചെയ്യുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പറഞ്ഞ ആ ഒരു കാര്യം ശ്രദ്ധയോടെ നിങ്ങൾ വായിച്ചു നോക്കണം. അതായത് നമ്മുടെ ഇനിഷ്യൽ സീറ്റ് അലോട്ട്മെന്റ് ഇന്റിമേഷൻ സ്ലിപ്പ് എന്ന് പറയും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് ബാക്കി അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ് എവരിവൺ. താങ്ക് യു സോ മച്ച്.